ഹബീബായ തങ്ങൾ സ്വകാര്യം പറഞ്ഞു കൊടുത്ത സ്വഹാബിമാർ. അബ്ദുബ്നു ജഅഫർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഹബീബിൻ്റെ കൂടെ യാത്ര പോയ ദിവസം എന്നോട് ചില സ്വകാര്യങ്ങൾ ഹബീബ് പറഞ്ഞിരുന്നു. ആ സ്വകാര്യങ്ങൾ ഞാൻ ആർക്കും പറഞ്ഞു തരില്ല, ആരും എന്നോട് ചോദിക്കരുത്. പക്ഷേ എനിക്കുണ്ടായ 3 അനുഭവങ്ങൾ ഞാൻ പറയാം. കുൻതു റദീഫ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബിൻ്റെ സഹയാത്രികനായി ഒട്ടകപ്പുറത്ത് യാത്ര പോയൊരു ദിവസം ഞങ്ങൾ ആദ്യമായി ഒരു അൻസ്വാരിയുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നത് പരമാർത്ഥം ഒരു ഒട്ടകം ഹബീബിൻ്റെ നേരെ വന്നു. ആ ഒട്ടകങ്ങൾ തല ഉയർത്തിയിട്ട് നടക്കുക. ഹബീബിനെ കണ്ടപ്പോൾ ആ ഒട്ടകം തല കുനിച്ചുകൊണ്ടിങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒട്ടകത്തിൻ്റെ മുമ്പിലൂടെ അത് കടന്നു പോകുമെന്ന്. ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ആ ഒട്ടകം അവിടെ നിന്നു, ഹബീബിൻ്റെ ഒട്ടകവും നിന്നു, ഞാൻ ബാക്കിലുണ്ട്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് തങ്ങൾ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് ഈ ഒട്ടകം കഴുത്ത് വെച്ചു. ഞാൻ ബാക്കിൽ നിന്ന് കാണുന്നു, എൻ്റെ മുമ്പിൽ നബി തങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ഒട്ടകത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഞാൻ കണ്ടു. ഹബീബ് എന്തൊക്കെയോ പറഞ്ഞതിനെ തലോടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കണ്ണുകളും കവിളുകളും കഴുത്തും നബി തങ്ങൾ തലോടിക്കൊണ്ടിരിക്കുന്നു. ഹബീബാ നബി തങ്ങളുടെ തലോടൽ കഴിഞ്ഞപ്പോൾ നബി വിളിച്ചു പറഞ്ഞു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ? ആരാണ്? ഒരു ശാബും മിനൽ അൻസ്വാർ, മദീനക്കാരനായ അൻസ്വാരിയായ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. ഞാനാ നബിയേ, ഇത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മിണ്ടാ പ്രാണിയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണമേ. ഇതെന്നോട് പറയുന്നുണ്ട്, നീ അതിന് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും അതിനെ ക്ഷീണിപ്പിക്കുമാർ പണിയെടുപ്പിക്കുന്നുണ്ടെന്നും അതെന്നോട് പരാതി പറയുന്നുണ്ട്. അള്ളാഹുവിനെ പേടിക്കണമേ. ഈ ഒട്ടകത്തിൻ്റെ മേൽ നിനക്കധികാരം തന്നതുപോലെ നിൻ്റെ മേൽ അധികാരമുള്ളവനാണ് അള്ളാഹു എന്ന് മിണ്ടാപ്രാണിയായ ഒട്ടകം ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞത് ഞാനതിന് സാക്ഷിയാണ് എന്ന് അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. അതൊരു ഒട്ടകമാണ്. ഒരു ഒട്ടകത്തെ പട്ടിണിക്കിടുന്നതും ഒരു ഒട്ടകത്തിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യിപ്പിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാവില്ല എങ്കിൽ സ്വന്തം കമ്പനിക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാരോട് മനുഷ്യത്വപരമായ ദയാവായ്പകളും കരുണയും കാണിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുകയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പാഠങ്ങളില്ലേ ഇതിൽ? പഠിക്കാനില്ലേ ഇതിൻ്റെ ഉള്ളിൽ? കരുണ വേണം. മിണ്ടാ പ്രാണികളോടാണെങ്കിലും കരുണ വേണം. ഇമാം അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീത്ത് പണ്ഡിതന്മാർ സ്വഹീഹുൻ അലാ ഷർത്തി മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിലെ ഷർത്ത് പോലെ ഇമാം മുസ്ലിം എന്നവരുടെ കണ്ടീഷൻ അനുസരിച്ച് സ്വഹീഹായ ഹദീഥാണിത്. ഒട്ടകം കരഞ്ഞത്, ഹബീബിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞത്, ഇതിന് ഞാൻ സാക്ഷിയാണ് എന്ന് മഹാനായ അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ വീണ്ടും കടന്നു പോവുകയാണ്. ഞങ്ങൾ വീണ്ടും കടന്നു പോകുമ്പോൾ ഹബീബായ നബി തങ്ങളും ഞാനും യാത്ര പോയി. മരുഭൂമിയിൽ എവിടെയോ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ പുണ്യ നബി തങ്ങൾ ഇവിടെ കിടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ, അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ട് കണ്ടുപിടിച്ച മൊബൈൽ ഫോൺ കഴിഞ്ഞാൽ പിന്നെ വലിയ അത്ഭുതം 20-ാം നൂറ്റാണ്ട് കണ്ടുപിടിച്ച വലിയൊരു അത്ഭുതം GPS ആണല്ലേ. നമുക്ക് എങ്ങോട്ട്, ഞങ്ങളിപ്പോൾ അമാറാത്തിലേക്ക് വരുമ്പോൾ അഷ്റഫ് ഖാൻ്റെ അദ്ദേഹം GPS ഓണാക്കിയിട്ടാണ് പോരുന്നത്. തൻസീറിൻ്റെ ഉസ്താദ് കൂടെ ഉണ്ട്, നമ്മുടെ ഷക്കീർ ഹുസൈൻ ഫൈസി ഉസ്താദ് കൂടെ ഉണ്ട്. ഞങ്ങൾ പറയായിരുന്നു വലിയ അത്ഭുതമല്ലേ. അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ റോഡ് സൈഡിൽ ആളെ നിർത്തണ്ടേ, ആ മഞ്ഞ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഒരാൾ, പച്ച ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് വേറെ ആൾ, ഇപ്പുറത്തെ ജംഗ്ഷൻ മരത്തിൻ്റെ വീട്ടിൽ വേറെ ഒരാൾ, അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു. യാ അല്ലാഹ്, നമ്മൾ എത്തുന്നു കൂളായിട്ട്. പുണ്യനബി യാത്ര ചെയ്ത യാത്രകൾ ആലോചിച്ച് നോക്കി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 550 കിലോമീറ്റർ എടുത്തിട്ടാണ് ആ യാത്ര. എന്തേ? ഒരു ഷോർട്ട് കട്ടും കിട്ടൂല, GPS ഇല്ല, ഫാസ്റ്റ് റൂട്ട് കിട്ടൂല, ഹൈവേ കിട്ടാനില്ല, പഞ്ചായത്ത് റോഡ് കിട്ടാനില്ല. സ്വഹാബികൾ യാത്ര ചെയ്തു. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കോക്കാരൻ ലോകം മൊത്തം ചുറ്റി കപ്പലിലൂടെ. GPS ഇല്ല.
മെഗലൻ യാത്ര ചെയ്തു, കൊളംബസ് യാത്ര ചെയ്തു, മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായി നബച്ചുകളായ അറബികൾ യാത്ര ചെയ്തു, യമനികൾ കേരളത്തിലേക്ക് പയ്യോളിയിലേക്കും കോഴിക്കോട്ടേക്കും കൊടുങ്ങല്ലൂരിലേക്കും കൊച്ചിയിലേക്കും യാത്ര ചെയ്തു. GPS ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ റേഞ്ചില്ലെങ്കിൽ പേടിയാവുന്ന കാലമാണ് അല്ലേ? അതിൽ ബാറ്ററി തീർന്നാൽ പേടിയാണ്. അന്ന് നടത്തിയ യാത്രകൾ നമ്മൾ ആലോചിക്കണേ. നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലാണ്. അല്ലാഹുവേ, ഈ നിഅമത്തൊക്കെ ദുനിയാവിൽ തന്ന് നാളെ പരലോകത്ത് ഒന്നുമില്ലാതായി പോകുന്നൊരവസ്ഥ റബ്ബേ വരുത്തരുതേ തമ്പുരാനെ. ഉജ്ജലത്തിലേക്കും നിങ്ങളുടെ ഹസനാത്തുക്കും നിങ്ങളുടെ നന്മകളൊക്കെ ദുനിയാവിൽ തന്ന് തീർന്നല്ലോ എന്ന് അല്ലാഹു പറയാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബേ. എന്താ അന്നത്തെ ഞാൻ ഒരു കാര്യം പറയണേ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പണ്ട് കാലത്ത് ഒരു രാജാവ്, കിങ് അല്ലെങ്കിൽ രാജ്ഞി, പെണ്ണുങ്ങളെ കേട്ടോളി, ഒരു രാജ്ഞിയായ പെണ്ണിനോ ഒരു രാജാവായ ആണിനോ കിട്ടാത്ത സുഖം, സൗകര്യം ഇന്നൊരു സാധാരണക്കാരനില്ലേ? രാജാവിന് ഫാനില്ലെന്ന് ഉണ്ടോ? ഫാനില്ല, AC ഇല്ല. ചൂരെടുത്താൽ വിശറിക്കൊടുക്കാൻ ആളുണ്ടാവും. പക്ഷെ കിടന്നുറങ്ങണ നേരത്തെ ബെഡ്റൂമിൽ ആളെ നിർത്താൻ പറ്റുമോ? പറഞ്ഞേക്കണ്ടേ? രാജാവിന് ഒറ്റയ്ക്ക് വിഷണ്ടേ? ബാത്റൂം ഉണ്ടോ? ഇന്നത്തെ സൗകര്യം ഫ്ലഷ് ചെയ്തിട്ട് ക്ലീനായി പോകുന്ന ബാത്റൂം ഉണ്ടോ രാജാവിന്? എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് അറിയോ? നമ്മൾ ആ സൗകര്യം ജനിച്ചപ്പോഴേ കാണാൻ തുടങ്ങിയപ്പോൾ അതിന് വിലയില്ലാണ്ടായി പോയതാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന നിഅമത്ത് വലുതല്ലേ? അന്നത്തെ ഒരു രാജാവിന് കിട്ടാത്ത സുഖത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അല്ലേ? ഒരു ഫാൻ ഉണ്ടായാൽ തന്നെ. അല്ലാഹുവേ, തിരിച്ചു വരാം. അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ മരുഭൂമിയിൽ എവിടെയോ, റൂട്ടറിയില്ലല്ലോ, മരുഭൂമിയിൽ എവിടെയോ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. എൻ്റെ ഇടയ്ക്കൊരു ചരിത്രം പറയാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. യാത്ര പോകുമ്പോഴേ തങ്ങളുടെ കൂടെ യാത്ര ചെയ്ത പഴയകാല റൂട്ടുകൾ ചിലപ്പോൾ ഓർമ്മ വരും. അന്നേരം മഹാനവറുകൾ ആ ഒട്ടകത്തെ, റൂട്ട് ഇതിലായിരിക്കും, നേരെ വഴി ഇപ്പോൾ ഇതിലായിരിക്കും, പക്ഷെ തങ്ങൾ പോയത് ഇതിലെയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നൊരു ഒട്ടകത്തിൻ്റെ കാന യുസിനി ജമല, തൻ്റെ ഒട്ടകത്തെ അങ്ങോട്ട് തിരിക്കും, സ്റ്റിയറിങ് തിരിക്കും, എന്നിട്ട് ആ ഒട്ടകത്തെ വഴിമാറി കൊണ്ടുപോകും. അപ്പോൾ ആളുകൾ ചോദിക്കും, അബ്ദുല്ലാഹി ഇബ്നു ഉമറെ റളിയല്ലാഹു അൻഹുമാ ചൊല്ലണം, റളിയല്ലാഹു അൻഹുമാ, അവരും വാപ്പയും സ്വഹാബിയാണ്, ഉമർ എന്നവരുടെ മോനായത്, ഇതിലല്ലേ വഴി, എന്തിനെ ഇപ്പുറത്തുകൂടെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ കൊടുക്കുന്ന മറുപടിയുണ്ട്, ലഅല്ല ഖുതൻ തുവാഫിഖു ഖുതാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പുകളെങ്ങാനും ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ തട്ടിയ ഭാഗം ഒന്ന് തട്ടിക്കിട്ടിയാലോ? ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ ഇതിലെ നടന്നു പോയിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ കാൽപ്പാടുകൾ ഈ വഴിയിലൂടെ ഉണ്ടായിരുന്നു. അത് എന്നോ തേഞ്ഞുമാഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ആ ഒട്ടകം ചവിട്ടിയ സ്ഥലത്ത് എൻ്റെ ഒട്ടകം കാലുകുത്തുകയാണെങ്കിൽ അതെനിക്ക് അനുഗ്രഹമല്ലയോ, ബറക്കത്തല്ലയോ എന്ന് പറഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. സ്വഹാബികൾ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് നബിയെ. ഇതിനിപ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ, നബി തങ്ങൾ ചെയ്യാൻ പറഞ്ഞതാണോ ഇത്? എൻ്റെ ഒട്ടകം പോയെടുത്ത് കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ തങ്ങൾ? അത് സ്നേഹമാണ്. അതിന് അതിർവരമ്പുകൾ വെക്കല്ല. അത് ഇന്ന് വേണ്ട നാളെ മതി പറയല്ല. ഇന്ന് ചെയ്താൽ ബിദ്അത്ത്, നാളെ ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെ പറയല്ല. ഇത് സ്നേഹമാണ്, ഇത് മഹബ്ബത്താണ്. ശറഇന് വിരുദ്ധമായ ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ലല്ലോ, അതുണ്ടെങ്കിൽ പാടില്ല. ഹബീബിൻ്റെ മധുഹും ഹബീബിൻ്റെ മഹബ്ബത്തും ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയുന്നത്, അതുപോലും ഇല്ലെങ്കിൽ നമ്മളെ എന്തിനാ പറ്റുക? നമ്മൾ എന്തിനാ പറ്റുക? ആ ഈത്തപ്പനയോളം ഉണ്ടോ പിന്നെ നമ്മൾ? ജീവനില്ലാത്ത ഈത്തപ്പനക്ക് തോന്നിയ സ്നേഹം നമുക്ക് തോന്നുന്നുണ്ടോ? ഹബീബിനെ കാണണമെന്ന് കൊതി വരുന്നുണ്ടോ? ഹസനുൽ ബസ്രി തങ്ങൾ ചോദിക്കുകയാണ്. ഹദീസിലേക്ക് തിരിച്ചു വരാം. ഞാനും ഹബീബായ നബിയും മരുഭൂമിയിൽ എവിടെയോ വിശ്രമിക്കാനിരിക്കുന്നു. പകൽ സമയമാണ്. നമ്മുടെ ഷെയ്ഖ് ഉസ്താദ് അവിടെ ഉണ്ടല്ലോ, നിങ്ങളിങ്ങോട്ട് വരി, സ്റ്റേജിലേക്ക് വരി. ഉസ്താദ് ഒരു മൗലിദ് പരിപാടി കഴിഞ്ഞിട്ട് വരികയാണ്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ്. 999 മസ്കത്തിൽ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. അതിന് മുമ്പുണ്ട് ഉസ്താദ് അവിടെ ഉണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ആയുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഈ ചിരി അന്നുണ്ട് ഇതേപോലെ തന്നെ, ആ തടി അതേപോലെ തന്നെ. ഞാൻ കാണാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ കാലമായി. മാഷാ അല്ലാഹ്, അല്ലാഹു ബാറക്കല്ലാഹ്, അവർക്ക് എത്തിക്കട്ടെ.
അന്ന് വരി കൊണ്ടേ ചായയും ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, അവരെല്ലാം അവിടെ മത്രയിൽ. അൽഹംദുലില്ലാ. മൂന്ന് കാര്യങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞു അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. അതിൽ രണ്ടാമത്തേത്, ഞാനും ഹബീബായ നബിയും മരുഭൂമിയിൽ എവിടെയോ ഇറങ്ങി വിശ്രമിക്കുമ്പോൾ തണലില്ല, AC ഇല്ല, ഫാനില്ല. ഒരു വൃക്ഷം അതിൻ്റെ തടിയോടുകൂടെ ജീവനുള്ള ഒരു വൃക്ഷം ഞങ്ങളുടെ അരികത്തേക്ക്, ഹബീബിൻ്റെ അരികത്തേക്ക് മണ്ണ് കീറി വരുന്നത് ഞാൻ കണ്ടു എന്ന് അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് എന്നവർ, ഇമാം ഹൈസമി, ഇമാം ത്വബറാനി ഇവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആധുനിക ഹദീസ് പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അൽബാനി അടക്കം സ്വഹീഹാണ്, സ്വഹഹുൽ അൽബാനി എന്ന്. അൽബാനി സ്വഹീഹാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ അതിലേക്ക് പോകല്ല. അവർക്ക് വരെ നിഷേധിക്കാൻ പറ്റൂല സ്വഹഹുൽ അൽബാനി. ഇനി വേറെ പറയേണ്ട കാര്യമില്ല. അതാണ് ഈ ഹദീസ്. എന്താ സംഭവം? ഹബീബിൻ്റെ മുമ്പിലേക്ക് جاءت لدعوته الأشجار ساجدة جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ നബിയേ, അങ്ങ് വിളിച്ചപ്പോൾ അങ്ങയുടെ വിളിക്ക് ഉത്തരം നൽകി വൃക്ഷങ്ങൾ അതിൻ്റെ തടിയോടുകൂടെ വന്നില്ലയോ നബിയേ? എന്തൊരു മനോഹരമായ സദസ്സാണ്. ഹബീബിനെ നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ മനസ്സ് മദീനയിലേക്കും അവർ ജീവിച്ച മരുഭൂമിയിലേക്കും നമ്മൾ കൊണ്ടുപോവുകയാണ്. ആ കാലഘട്ടത്തിൻ്റെ സുഗന്ധം നമ്മുടെ മൂക്കിന് മുന്നിൽ എത്തി നിൽക്കണം. അതാണ് മദീന പാഷൻ, മദീനയോടുള്ള അഭിനിവേശം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. അള്ളാഹുവേ, ഹബീബിൻ്റെ ഷഫാഅത്ത് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പുണ്യനബി ഞങ്ങളുടെ മുമ്പിലേക്ക് ആ വൃക്ഷം അതിൻ്റെ തടിയോടുകൂടെ കടന്നു വരുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട അത്ഭുതങ്ങളിൽ രണ്ടാമത്തെ അത്ഭുതമാണ്. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, എന്തൊരത്ഭുതം നബിയേ, ഒരു വൃക്ഷം അങ്ങയുടെ അരികത്തേക്ക് വരികയോ? പുണ്യനബി മറുപടി കൊടുത്തു, ഹിയ ഷജറത്തുൻ ഇസ്തഅദനത് ഹിയ ഷജറത്തുൻ ഇസ്തഅദനത് റബ്ബഹാ അലാ അൻ തുസല്ലിമ അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഉദിന ലഹാ. ഈ വൃക്ഷം എന്തിനു വന്നു എന്നറിയണേ, എന്തിനാണ് വന്നതെന്നറിയണേ. ഹിയ ഷജറത്തുൻ, ഈ വൃക്ഷം ഇസ്തഅദനതു റബ്ബഹാ, തൻ്റെ റബ്ബിനോട്, അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു. അള്ളാഹുവേ, നിൻ്റെ ഹബീബിനെ എനിക്കൊന്ന് കാണണം, നിൻ്റെ ഹബീബിനെ എനിക്കൊന്ന് കാണണം, എൻ്റെ തണലിൽ നിൻ്റെ ഹബീബിനെ ഒന്ന് കിടത്തിക്കൂടെ? ആഗ്രഹമുണ്ട് റബ്ബേ. നിൻ്റെ ഹബീബിനോട് അരികത്ത് ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ഹബീബിനോട് സലാം പറയാൻ ആഗ്രഹമുണ്ടായി. അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചപ്പോൾ അള്ളാഹു സമ്മതം കൊടുത്ത വൃക്ഷമാണ് ഇതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വഹീഹായ ഹദീസാണ്, പ്രബലമായ ഹദീസാണിത്. അതിനെക്കുറിച്ചാണ് സ്വഹീഹുൽ അൽബാനി എന്ന് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളാണ് ഈ കാണുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒന്ന് കാണണം, ഹബീബിനോടൊന്ന് പോയി സലാം പറയണമെന്ന് മദീനയിൽ കിടക്കുന്ന ഹബീബിനോട് നമുക്കിവിടെ നിന്ന് യാത്ര പോകാം, ബസ്സിൽ പോകാം, ഫ്ലൈറ്റിന് പോകാം, കാറിന് പോകാം, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഒരൊഴിവ് കിട്ടുമ്പോൾ മദീന വരെ ഒന്ന് പോകണം, മക്ക വരെ ഒന്ന് പോകണം. ഹബീബ് കിടക്കുന്നിടത്ത്, ഹബീബ് തങ്ങൾ ഖബറിൽ ജീവനുള്ളവരാണ്, ജീവിച്ചിരിക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാ തങ്ങൾ പറഞ്ഞെന്നത്. പ്രവാചകന്മാർ
അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബരിഹി, ഓരോ സെക്കൻഡിലും ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലപ്പെടുന്നുണ്ട്, കോടിക്കണക്കിന് സ്വലാത്തുകൾ. ഓരോ സ്വലാത്തിനും മറുപടി പറയാൻ അള്ളാഹു എൻ്റെ റൂഹനിക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും റൂഹോടെ ബോധത്തോടെ ഉമ്മത്തിന് ജവാബ് കൊടുക്കുന്ന നബിയാണ് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോട് ചെന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ ഹബീബിനെ നേരിട്ട് കേൾക്കാനോ കാണാനോ കഴിയാത്ത കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഹബീബിനോട് നേരിട്ട് സംസാരിക്കാൻ കൊടുക്കുന്ന അവസരമല്ലയോ മദീനയിൽ ചെന്ന് സലാം പറയുന്നത്. ഇവിടെ നിന്ന് സലാം പറയുന്നതും അവിടെ ചെല്ലുമ്പോൾ ഹബീബിൻ്റെ അരികത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് ഇരിക്കുകയും നടക്കുകയും കിടക്കുകയും ചെയ്ത പരിശുദ്ധമായ ഒരു മണ്ണ്, ആ മണ്ണിലേക്ക് നമുക്കും എത്താം. ഹബീബിന് അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ സലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പേരും നാടും ഹബീബിനെ അറിയിക്കുന്നുണ്ട്. മലക്കുകൾ ഹബീബ് അറിയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെ ഹബീബിനെ ആദരിച്ചിട്ടുണ്ട്. ആ ഹബീബിൻ്റെ അരികത്തേക്ക് ചെല്ലണമെന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ചിന്തയോ ഒരാഗ്രഹമോ വന്നിട്ടില്ലയോ? അത് വന്നില്ലെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. ഇത് ഹൃദയം അടഞ്ഞു പോയതിൻ്റെ അടയാളമാണ്, ഹൃദയം ജീവച്ഛവമായതിൻ്റെ അടയാളമാണ്, ഹൃദയത്തിൽ നിന്ന് ഈമാനിൻ്റെ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണത്. വേഗമോടണം. ഈമാൻ പുതുക്കേണ്ടത് അവിടെയാണ്. ഈമാനിൻ്റെ വെളിച്ചം അവിടെ നിന്ന് തിരികെ ആ തിരി നമുക്ക് ആളിക്കത്തണം. ആ വെളിച്ചം ഹൃദയത്തിലേക്ക് കിട്ടണം. ഇടക്കിടക്ക് മക്കയിലും മദീനയിലും പോവണം. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഫഇന്നഹുമാ, ഹജ്ജും ഉംറയും നിങ്ങളുടെ തെറ്റുകളെ കരിച്ചു കളയുകയും നിങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സ്വലാത്തുലിരിക്കല്ലേ അല്ലേ? ഒന്ന് എഴുന്നേറ്റോളൂ. സല്ലൂ വസല്ലിമൂ അലാ അലൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിൽക്കി നിങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത്, നിങ്ങളിപ്പോൾ മൊബൈലിൽ നിന്ന് ഒരാൾക്ക് കോളടിച്ചാൽ കോള് പോകൂലേ? എത്ര ലക്ഷം കിലോമീറ്റർ പോയിട്ട് അത് വരുന്നതെന്നറിയൊക്കെ. നമ്മുടെ ഫോണിൽ റിങ് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ഇവിടുത്തെ ഒമാനിലെ റിസീവറിൽ പോകണം, അവിടെ നിന്ന് സാറ്റലൈറ്റിലേക്ക് കൊടുക്കണം. സാറ്റലൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആൾ കിടക്കുന്നത് കേരളത്തിലെ തൃക്കരിപ്പൂരിലാണ്. അപ്പോൾ കേരളത്തിലുള്ള റിസീവറിലേക്ക് ആ സാധനം സാറ്റലൈറ്റ് പാസ് ചെയ്യണം. അതിന് ഭൂമിയുടെ ദൂരം കണക്കാക്കി ഈ സാറ്റലൈറ്റ് ഇവിടെ സാറ്റലൈറ്റിന് കൊടുക്കണം, അയാളെ താഴെ ഇറക്കണം. ഇതൊക്കെ നടക്കുന്നത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ് അല്ലേ? നിങ്ങളുടെ വർത്തമാനം അവിടെ എത്തണില്ലേ? തത്സമയം കിട്ടണില്ലേ? നാട്ടിൽ വിളിച്ചാൽ നമ്മുടെ സ്വലാത്ത് തത്സമയം മദീനയിൽ എത്തുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇനി ചൊല്ലുന്ന സ്വലാത്ത്, എൻ്റെ സ്വലാത്ത് ഹബീബ് കേൾക്കുന്നുണ്ട് എന്ന ചിന്തയിൽ ചൊല്ലി. എൻ്റെ സ്വലാത്ത് ഹബീബ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഫോൺ വിളിച്ചാൽ കേൾക്കൂല, അടുത്ത ആളെ പുണ്യനബി കേൾക്കുന്നുണ്ട്. അതിന് തങ്ങൾ ജവാബും ചൊല്ലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിക്കിൻ, കോടിക്കണക്കിന് കോളുകൾ ഒരു സമയം ടവറിലേക്ക് എത്തും. ആരുടെയെങ്കിലും നമ്പർ വെച്ച് നിങ്ങൾ നാട്ടിൽ വിളിച്ചിട്ട് ഫിലിപ്പീൻക്ക് പോകാറുണ്ടോ? കോള് ഇല്ല, നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തുന്നുണ്ടല്ലേ. അള്ളാഹുവിൻ്റെ അടുത്ത് ശബ്ദങ്ങൾ എത്ര കൂടിയാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമല്ല എന്നാണ്.
നമ്മുടെ ഫോണിന് ഇത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ജലാലത്ത് ആലോചിച്ച് നോക്ക്. മദീന പള്ളിയിലെ പച്ച ഖുബ്ബ അത് ഹബീബിൻ്റെ ഒരു ഇഷാറത്താണ്. അത് അന്ന് തുർക്കികൾ ചെയ്തു വെച്ചത് അള്ളാഹു ചെയ്തൊരു ഹിക്മത്താണ്. തുർക്കികൾ ചെയ്തു വെച്ചാണത്. അവർ മുഹിബ്ബീങ്ങളാണ്, അവർ ആഷിഖുർ റസൂലുകളാണ്. തുർക്കിയിലെ ഉസ്മാനികളൊക്കെ ഔലിയാൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ ജൈത്രയാത്രയും തുടങ്ങിയത്. ഔലിയാക്കന്മാർ ഇഷാറ കൊടുക്കുമ്പോഴേ അവർ ഇറങ്ങുള്ളൂ. അത്രയും വലിയ സൂഫിയാക്കന്മാരെ ചേർത്ത് പിടിച്ച, ആധാറുകളെ ചേർത്ത് പിടിച്ച മഹത്തുക്കളായിരുന്നു എന്ന് തുർക്കി ഭരിച്ചിരുന്നത്. അവരാണ് പച്ചക്കുബ്ബക്ക നിറം ചാഴ്ത്തിയത്. ഹബീബിൻ്റെ പച്ചക്കുബ്ബയെ മനസ്സിലിങ്ങനെ ഒന്ന് ഓർത്തു കൊണ്ടുവരിക. ഈ സ്വലാത്ത് ആ ഹുജ്റത്തു ഷരീഫയിലേക്കാണ് എത്തുന്നത്. കണ്ണു ചിമ്മിക്കോളെ, 3 സ്വലാത്ത് മനസ്സിൽ അത് ഓർക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഈ ബോധം നമ്മുടെ ഖൽബിൽ വേണം. അപ്പോഴാണ് ആത്മാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവുക. ഇതൊരു ബ്രിഡ്ജിങ് ആണ്. ഫ്രം സോൾ ടു ദ സോൾ ഓഫ് ദ മെസ്സഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ റൂഹുമായിട്ടുള്ളൊരു റൂഹായ ബന്ധമാണ് ഈശോ. ഇത് വെറും വാക്കല്ല, അത് അതിൻ്റെ അർഹിക്കുന്ന പവിത്രതയിലും ബോധ്യത്തിലുമാവണമെന്ന് മാത്രം. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പരിപാടിക്കൊന്നും പിരിവില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ മദ്രസ ഒന്ന് വിപുലീകരിക്കണം. അതിന് ഒരു തൗഫീഖുള്ള ആൾക്കാർ ഇതിലെന്തെങ്കിലും കൊടുക്കി. ഇൻഷാ അല്ലാഹ്. അതന്നെ യാസർ സാഹിബ് പറയണത്. പരിപാടിക്ക് ഒരു ചിലവും പ്രശ്നമില്ല, ഒക്കെ ക്ലിയറാണ്. മദ്രസ ഒന്ന് ഉഷാറായി കാണണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വന്തം പെരപ്പണിക്കല്ലേ ഈ പറയണത്. എൻ്റെ പെരപ്പണി നടന്നിട്ടില്ല എന്നല്ലേ ഈ പറയും. മദ്രസ, അതും അമാറാത്തിലെ. ഇവിടെ വിസയിൽ നിൽക്കുക, വിസ തീർന്ന നാട്ടിൽ പോകേണ്ടി വരും അല്ലേ? പുതുക്കി കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ പോകണ്ടേ? ഈ നാട്ടിൽ ദീന് നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഈ ബക്കറ്റിട്ട് നിൽക്കുന്നത് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണോ കൊടുക്കണ്ടേന്ന് ആലോചിക്കാൻ നേരല്ലേ കൊടുത്തോളി. ബിസ്മില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രവർത്തകർ വരുമ്പോൾ കൊടുക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ, ജസാക്കുമുല്ലാഹ് ഖൈർ. ബിസ്മില്ലാ. അല്ലാഹ് നമ്മൾ നിർത്തല്ലേ? നിർത്തണോ പോണോ? കീപ് ഗോയിങ്. ഈ മോലിൽ നിർത്തിയാൽ പോകായിരുന്നു എന്ന് വിചാരിക്കണമല്ലോ. കൈപൊക്കിയാട്ടെ. ഇല്ലേ? ചോദ്യം കേട്ടിട്ടില്ല. ഒന്ന് നിർത്തിയാൽ പോകായിരുന്നു എന്ന് വിചാരിക്കുന്നവർ കൈപൊക്കിയാട്ടെ. നിങ്ങൾ തമാശ പറയാമെന്ന് തോന്നുന്നില്ല. ഇത്ര നേരമായി പിന്നെ പോണ്ടേ? 12:30 മണിയായി. ഞാൻ വിചാരിച്ച അമാറാത്തിലെത്തിയപ്പോൾ ഞാൻ ലേറ്റായി പോയിക്കണേന്ന്. അപ്പോൾ നോക്കുമ്പോൾ നേരത്തെയാണ്. നിങ്ങൾ 11 മണിക്കും 11:30 പരിപാടി തുടങ്ങലെന്നാണ് കേട്ടത്. അൽഹംദുലില്ലാഹ്. എന്നാലും നിങ്ങളിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഇച്ചിരി ടയർഡായിട്ടാണ് വന്നത്. കാരണം ഇന്ന് രാവിലെ 7 മണി മുതൽ സ്കൂളിൽ 12-12:15 വരെ കുട്ടികളൊപ്പം ചങ്ക് പൊട്ടിച്ചിട്ടായി വരുന്നത്. അത് കഴിഞ്ഞ് ജുമയും കഴിഞ്ഞ് നേരം ഫ്ലൈറ്റ് കയറി പോകുന്നത്. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് കണ്ണ് ചിമ്മാൻ എനിക്കൊരു 10 മിനിറ്റ് പകൽ ഉറങ്ങാൻ കിട്ടിയാൽ ഒരു പക്ഷേ രാത്രി കുറേ പിടിച്ചിരിക്കാൻ പറ്റും. ഇന്ന് ആ 10 മിനിറ്റും കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ പോയി. അമാറാത്തിലെത്തിയപ്പോൾ ഉറക്കമൊക്കെ പോയി. അപ്പോൾ നേരത്തെ നിർത്തിക്കഴിഞ്ഞാൽ ഒരല്പം സുബഹിൻ്റെ മുമ്പൊന്ന് ഉറങ്ങി ഒരല്പം ഒരു വിശ്രമം കിട്ടി. നാളെ രാവിലെ 6 മണിക്ക് എയർപോർട്ടിലെത്തും വേണം. പക്ഷേ യാസർ സാഹിബ് പറഞ്ഞു 12:30 നിർത്താൻ പാടുള്ളൂ. അപ്പോൾ സമയമായി. യാസർ നിങ്ങൾ പറഞ്ഞ 12:30 അല്ലേ? എത്ര പേരെ പെർമിഷൻ ഉണ്ട്? അങ്ങനെയൊന്നുമില്ല, അൺലിമിറ്റഡാണ്. എന്നാൽ കുറച്ച് നേരം കൂടെ പറയാം അല്ലേ? ഇൻഷാ അല്ലാഹ്. ഹബീബിൻ്റെ മദ്ഹല്ലേ.
അള്ളാഹു അതിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്ക് ആഫിയത്തും സലാമത്തും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നറുക്കെടുപ്പുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം, ഹബീബിനോടൊന്ന് സലാം പറയണം. റബ്ബേ, എനിക്ക് അനുമതി നൽകുമോ, എനിക്ക് സമ്മതം നൽകുമോ എന്ന് റബ്ബിനോട് സമ്മതം ചോദിച്ചപ്പോൾ, നീ പോയി സലാം പറഞ്ഞോ, നബിതങ്ങളാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് ഹബീബിൻ്റെ അരികത്തേക്ക് നടന്നു വന്ന വൃക്ഷമാണ് അബ്ദുബ്നു ജഅഫറെ. ആ വൃക്ഷമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതാണ് രണ്ടാമത്തെ അത്ഭുതം. മഹാനൊരു അത്ഭുതം കൂടെ പറയുന്നുണ്ട്. ഞങ്ങൾ ആ മരത്തിൻ്റെ താഴെങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉമ്മ ഉണ്ട്, ഒരു കുട്ടിയെയും കൊണ്ടുവരുന്നു. ബിഹി ജിന്ന. ആ കുട്ടിയുടെ ആ കുട്ടിക്ക് ഭ്രാന്തുണ്ട് എന്ന അർത്ഥമുണ്ട്. പക്ഷേ സത്യത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിക്ക് ഖദ് മസ്സഹുൽ ജിൻ, ജിന്ന് ദേഹത്തേക്ക് കയറി, പിശാച്ച് ദേഹത്തേക്ക് കയറി ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അത്. ആ കുട്ടിയെയും കൊണ്ടൊരു ഉമ്മ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഹബീബായ നബി തങ്ങളവിടെ എത്തി എന്ന് കണ്ടപ്പോൾ ആ കുട്ടിയെയും കൊണ്ടുവന്നു. ഇപ്പം ജിന്ന് ദേഹത്ത് കയറൂലേ? അത് ഡിബേറ്റൊന്നും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, അതുള്ള സംഗതിയാണ്. ചിലതൊക്കെ ആൾക്കാർക്ക് സ്വന്തം അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് മാത്രം. അത് ഉള്ളതാണ്. ഗെറ്റ് പൊസസ്ഡ് ബൈ ഡിമൻസ് അല്ലെങ്കിൽ ബൈ ഗോസ്റ്റ്. ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശൈത്താന്മാർ, ജിന്നുകളും ശൈത്താന്മാർക്ക് ഡീമൻസ് എന്ന് പറയും അല്ലേ? ജിന്നുകൾ ദേഹത്ത് കയറുക, പിശാച്ച് ദേഹത്തേക്ക് കയറുക. ഇത് സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റൂല. കണ്ണേറും അങ്ങനെയാണ്. കണ്ണേർ സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അൽ ഐനു ഹഖ്ഖുൻ, ഈവിൾ ഐ ഈസ് ട്രൂ. കണ്ണേർ സത്യമാണ്. പുണ്യ നബി നിങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും നന്നായിട്ട് കായ്ച്ചൊരു മരത്തിലേക്ക് നോക്കി ഈ കണ്ണിൻ്റെ കുഴപ്പമില്ല, ഇത് ആണോ പെണ്ണോ? കുറേ പെണ്ണുങ്ങളാണ് ഇതിൽ ഉണ്ടാവാറില്ല, കഥാപാത്രങ്ങൾ അധികം. എന്താ ഇപ്പോൾ കുറേ നഴ്സറി കുട്ടികൾ നിൽക്കണമാതിരി നിൽക്കണ്ടല്ലോ എന്നാണ് പറഞ്ഞാൽ പിറ്റത്തെ കൊല്ലം മുതൽ ചക്ക ഉണ്ടാവില്ല. തേങ്ങ കൊഴിഞ്ഞ് ആ തെങ്ങിന് തന്നെ ഇടി തട്ടിയിട്ട് തലങ്ങ് ചെത്തിപ്പോവാറുണ്ട്. എൻ്റെ സുഹൃത്തൊരു കഥ പറഞ്ഞു. വണ്ടി നാട്ടിൽ ഈ ഗൾഫിലൊക്കെ ഉള്ളൊരു വണ്ടി കാർ പോർച്ചിൽ ഇങ്ങനെ ഇട്ടിട്ട് നാട്ടിൽ എത്തുമ്പോഴല്ലേ എടുക്കുള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ തൊത്തി തുടച്ച് കുളിപ്പിച്ച് പുറത്തിറക്കിയതാണ്. അപ്പോൾ അവിടെ ഒരു ഉമ്മ ഉണ്ട്. ഈ ഉമ്മ പറഞ്ഞ പ്രശ്നമാണ്. ഇങ്ങനത്തെ ഒരു പറയാണ്ടിരിക്കില്ല, അങ്ങ് പറയും ചെയ്യും. അപ്പോൾ എവിടെയോ ഹോസ്പിറ്റലിലോ എവിടെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി റെഡിയാക്കി മുറ്റത്ത് നിർത്തിയപ്പോൾ ഈ ഉമ്മ വന്ന അയൽവാസിയാണ്. ഇത് എപ്പോഴേ കൂട്ടുന്ന് പുറത്തിറങ്ങിയോ എന്ന് ചോദിച്ചു. കിടക്കണ ഒരു തേങ്ങ വന്ന് നേരെ വിൻഡ് ഷീൽഡ് മുമ്പിൽ ആ ഗ്ലാസ് ഓൺ ദ സ്പോട്ട് പൊട്ടി. അപ്പോൾ പ്രതീക്ഷിച്ചാണ് ഉമ്മ പറഞ്ഞ് സംഭവിക്കുന്നു. ഇതൊന്നും സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റൂല. അവിടെ ഒരു ഈവിൾ സിഗ്നൽ നടക്കുന്നുണ്ട്, അവിടെ ഒരു ഈവിൾ റൈസ് അവിടെ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരു ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും കാണാൻ കഴിയില്ല. പക്ഷേ അൽ ഐനു ഹഖ്ഖുൻ, ഇത് അനുഭവമാണ്. പുണ്യനബി പറഞ്ഞു കണ്ണേർ സത്യമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചെറിയ മക്കളെയൊക്കെ കാണുമ്പോഴേ ഹാവൂ എന്ന് പറഞ്ഞ് മക്കളെ നമ്മൾ എടുക്കരുത്. മാഷാ അല്ലാഹ് തബാറക റഹ്മാൻ എന്ന് പറയണം. നമ്മൾ ചോറ് കൊടുക്കണതൊന്ന് ഹോൾഡ് ചെയ്യല്ലേ? ഇപ്പോൾ കൊടുക്കണോ? കൊടുക്കുന്നുണ്ട്. എന്താ പരിപാടി? അത് കൊടുത്താൽ പിന്നെ സമാധാനത്തിലിരിക്കല്ലേ? എന്നാൽ കൊടുത്തോളി. അത് ലാസ്റ്റ് തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതുവരെ അവിടെ ഇരിക്കും. ചിലപ്പോൾ കിട്ടിയാൽ പോകാൻ താല്പര്യമില്ല, പോയിക്കോട്ടെ. നറുക്കെടുപ്പുണ്ട്, ഉംറക്കുള്ള സെലക്ഷൻ കിട്ടും. അത് ഇവിടെ ഉള്ളവർക്കേ കിട്ടുള്ളൂ കേട്ടോ. കുടുങ്ങി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇതാ ഇവിടെ സംഗതി കുലുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉസ്താദ്. അത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതാണോ നറുക്കെടുപ്പണോ? ഇവിടെ ഉള്ളവർക്കേ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം എടുക്കുന്നുണ്ട് ഉസ്താദെ? അതെ, ഇഷ്ടമുണ്ട്. ഒരു 10 രൂപ കഴിഞ്ഞിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഈ ഭക്ഷണം ഇത് പാകം ചെയ്യണം, കൊണ്ടുവരണം, വിതരണം ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ വോളണ്ടിയർമാർ, നമ്മുടെ പ്രവർത്തകന്മാർ, അള്ളാഹുർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. കുഞ്ഞിന് ജിന്നുബാധയുള്ളൊരു കുഞ്ഞുമായിട്ട് ഹബീബിൻ്റെ മുമ്പിലേക്കൊരു ഉമ്മ വന്നത് ഹദീസിൻ്റെ ചരിത്രമാണ്. ഹദീസാണത്. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, നബിയേ എൻ്റെ കുഞ്ഞിന് പ്രയാസമുണ്ട്, നബിയേ എൻ്റെ കുഞ്ഞിന് പ്രയാസമുണ്ട്. ജിന്നുബാധയുള്ളൊരു കുട്ടി, ഭ്രാന്തുള്ള കുട്ടി എന്നും പറയാം. فأخذ النبي صلى الله عليه وسلم بمنخره
ഇതാണ് മൂന്നാമത്തെ സംഭവം. ആദ്യത്തേത് ഒട്ടകം കരഞ്ഞത്, രണ്ടാമത്തേത് എന്തായിരുന്നു ആ വൃക്ഷം നടന്നു വന്നത്, മൂന്നാമത്തേത് ഈ കുട്ടിയുടെ കഥയാണ്. അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹീഹായ ഹദീസ് എന്ന ഹദീസ് പണ്ഡിതന്മാർ പറയുന്ന ഈ സംഭവം, ജിന്ന് ബാധയുള്ള കുട്ടി, ദേഹത്ത് ജിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ പലതും സംസാരിക്കും. ജന്മത്തിൽ സംസാരിച്ചിട്ടില്ലാത്ത ഭാഷയിൽ കുട്ടി സംസാരിക്കും. തമിഴ് ജീവിതത്തിൽ പറഞ്ഞില്ലാത്ത ആൾ തമിഴൊക്കെ കൂളായി പറയും. ഇംഗ്ലീഷ് അറിയുന്ന ജിന്ന്, വിദ്യാഭ്യാസ ഡിഗ്രിയുള്ള ജിന്ന് കയറിയാൽ പറയും. നോർമലാണ്. സയൻസ് സൈക്കോളജി പറയും ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാളവിടെ ഉണ്ട്, ഒന്ന് ജിന്നു ഒന്ന് മനുഷ്യനാണ്. ഇതന്നെ ഡുവൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇത് ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയും. അതുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് ആ കുഞ്ഞിൻ്റെ മൂക്കിന് പിടിച്ചു. മിൻഹർ എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൻ്റെ ഭാഗം. മൂക്കിന് പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഉഖ്റുജ് ഇന്നി മുഹമ്മദുൻ റസൂലുള്ളാഹ്. ജിന്നെ പുറത്തുപോ, പിശാചേ പുറത്തുപോ, ഞാൻ മുഹമ്മദാണ് റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലായ മുഹമ്മദ് നബിയാണ് ഞാൻ. ഇത് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ മൂക്കിനൊരു പിടുത്തം പിടിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയോട് പറഞ്ഞു പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും പോന്നു, ഉമ്മ കുട്ടിയേറ്റും പോയി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ വെള്ളമുണ്ട്. ചെറിയൊരു വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ആ വെള്ളം അന്വേഷിച്ച് ഞങ്ങൾ ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് തിന്നാൻ വേണ്ടി മധുരവും മാംസവും ഈത്തപ്പഴവുമായി ഉമ്മ ഓടി വന്നു. പുണ്യനബി പറഞ്ഞു, മാംസമൊന്നും വേണ്ട, ഈത്തപ്പഴുണ്ട്, അത് സ്വഹാബികൾ കൂടെ ഉണ്ട്, അവർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഉമ്മയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടിക്ക് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, ആരാണോ അങ്ങയെ ലോകത്തേക്ക് നബിയായി നിയോഗിച്ചത് ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ റഅയ്നാ മിൻഹു രീബൻ ബഅദക, അങ്ങ് ആ മൂക്കിന് പിടിച്ച് ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായില്ല നബിയേ എന്ന് ആ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജാബിറേ ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക കാനത് തുസല്ലിമു അലയ്യ, ഞാൻ നബിയാകുന്നതിൻ്റെ മുമ്പ് ഖബ്ല അൻ ഉബ്അസ ഇന്നി ലഅരിഫുൽ ആൻ. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ. മക്കയിലെ ഒരു കല്ല് ജാബിർ ബിൻ സമുറ എനിക്കറിയും, കാനത് തുസല്ലിമു അലയ്യ, ഞാൻ അരികത്തുകൂടെ നടന്നു പോകുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഞാൻ നബിയാകുന്നതിൻ്റെ മുമ്പ് 40 വയസ്സിന് മുമ്പ് എന്നെ കാണുമ്പോൾ റസൂലുള്ളാഹിയെ, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങേക്ക് അള്ളാഹിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് എന്നോട് സലാം പറഞ്ഞിരുന്നൊരു പാറക്കല്ല് എനിക്കിപ്പോഴും അറിയും ജാബിറേ, കണ്ടാൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരും ജാബിറേ എന്ന് മദീനയിലുള്ള ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലുകൾ ജീവനുള്ള കാര്യം പറയണോ? സ്വഹാബികളൊക്കെ എന്താ അവസ്ഥ, എന്താ അതല്ല, അവർ തങ്ങളുടെ വഫാത്തൊന്നും ഒരു ഉൾക്കൊള്ളാൻ കഴിയാതെ വന്ന്, അതുകൊണ്ടാണ് അവർ പേടിച്ചു പോയി. നമ്മുടെ ഉമ്മയും വാപ്പയും മരിച്ചാൽ എന്താ നമ്മുടെ വേദന? സ്വഹാബത്തിന് തങ്ങൾ പോകുന്നതിൻ്റെ വേദന ആലോചിച്ച് നോക്കി. ഉമ്മയും വാപ്പയും പോയാലും അങ്ങ് ജീവിക്കണം എന്ന് പറഞ്ഞ സ്വഹാബികളാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈകളിൽ നിന്നുകൊണ്ട് കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനടക്കം 4 ഖുലഫാക്കളായി മാറിയ സ്വഹാബിമാർ, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലിയാർ തങ്ങളും വേറെയും സ്വഹാബിമാർ നിൽക്കുന്ന ഒരു സദസ്സിലാണ്. ഹബീബ നബിയുടെ കൈകളിൽ ചില കല്ലുകൾ ഉണ്ടായിരുന്നു, ചെറിയ കല്ലുകൾ, ഹസ്വ എന്ന് പറയും. നമ്മൾ ജുമുഅക്കൊക്കെ ഖുത്ബ നിർവഹിക്കുന്ന മുമ്പ് പറയില്ലേ, മൻ മസ്സൽ ഹസ്വ ഫഖദ് ലഗാ, ചരൽക്കല്ലുകൾ തൊട്ടാൽ പിന്നെ ജുമുഅൻ്റെ പുണ്യം പോകും എന്ന് പറഞ്ഞാൽ, അന്ന് പള്ളിയുടെ കാർപ്പറ്റ്, മാർബിൾ എന്നൊക്കെ പറയുന്നത് ചെറിയ കല്ലുകളാണ്. ഹസ്വയാത്ത്, ഈ പയറുമണി പോലെ ചെറിയ കല്ലുകൾക്കാണ് ഹസ്വ എന്ന് പറയുക. മൻ മസ്സൽ ഹസ്വ ഫഖദ് ലഗ. ഇമാം അവിടെ മിമ്പറെ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴേ കല്ലിൽ തൊട്ടാൽ
ജുമുഅയുടെ പുണ്യം നഷ്ടപ്പെടുന്ന പറഞ്ഞ്. അതുകൊണ്ടാണ് ഈ ജുമുഅ വെറും പ്രസംഗമല്ല എന്ന് പറയാൻ കാരണം. ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. പ്രസംഗിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചോറിൽ തൊട്ടാൽ നിങ്ങളെ പ്രസംഗം ബാത്തിലാവുമോ? ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗവും ജുമുഅൻ്റെ ഖുത്ബയും ഒരുപോലെയാണോ? അത് ഇബാദത്താണ്. ജുമുഅ ഖുത്ബ നടക്കുക, ഒരുത്തർ തോന്നി എനിക്കേതായാലും തിരിയണില്ല, ഞാൻ ഖുർആൻ ഓതട്ടെ, ഖുത്ബ ജുമുഅ ബാത്തിലാവും. ഇമാം മിമ്പറയിൽ ഖുത്ബ ഓതുമ്പോൾ കേട്ടിരിക്കുന്ന മുസ്തമിഅ മിണ്ടാണ്ടിരിക്കണമെന്ന, ദിക്ർ ചൊല്ലാൻ പാടില്ല. പ്രസംഗിക്കുമ്പോൾ ദിക്ർ ചൊല്ലിക്കൂടെ? നിങ്ങൾക്ക് വേണേൽ യാസീൻ ഓതിക്കൂടെ? ഈ സമയത്ത് പ്രസംഗത്തിനുള്ള കുഴപ്പമുണ്ടോ? ജുമുഅ ഖുത്ബ പ്രസംഗമല്ല എന്ന് പറയാൻ കാരണം അത് പ്രസംഗമല്ല, അത് ഇബാദത്താണ്. അത് അറബി തിരിഞ്ഞോട്ടെ, അല്ലാത്തവർക്ക് ഇത് ഇബാദത്താണെന്ന് മനസ്സിലാക്കട്ടെ. പിന്നെ അതിൻ്റെ മുമ്പോ ശേഷങ്ങൾ സൗകര്യമാണ്. ഉറുദി അതൊക്കെ നിങ്ങൾ വേറെ പറഞ്ഞോ. ഖുത്ബയുടെ നിയമത്തിൽപ്പെട്ടതാ കല്ല് തൊട്ടാൽ മൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ, ജുമുഅയുടെ പുണ്യം നഷ്ടപ്പെടും. ഇമാമ് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നു, ഇദാ ഖുൽത ലി സാഹിബിക അൻസിത്, എന്തതിനർത്ഥം? മാഷർ വിളിക്കൂലേ നാട്ടിൽ, നിൻ്റെ കൂടെയുള്ള ആളോട് അൻസിത്, മിണ്ടല്ലടോ, ഇമാമല്ലേ ഖുത്ബ ഓതുന്നത് എന്ന് തൻ്റെ കൂട്ടുകാരനോട് മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ വർത്താനം പറഞ്ഞവൻ്റെ ജുമുഅയും പോയി, ഈ മിണ്ടല്ലേ എന്ന് പറഞ്ഞ ആളുടെ ജുമുഅയും പോയി. ഇമാമ് മിമ്പറിൽ കയറിയാൽ പിന്നെ പറയാൻ പാടില്ല എന്നാ, മിണ്ടല്ലേ എന്ന് പോലും പറയാൻ പാടില്ല എന്ന്. അപ്പോൾ അത് വെറും പ്രസംഗത്തിനെ പറ്റി എങ്ങനെ പറയുമോ നബി തങ്ങൾ? ഇതൊക്കെ മനസ്സിലാക്കാം. ന്യായം കൊണ്ട് മുട്ടിക്കാൻ നോക്കിയാൽ നമുക്ക് തോന്നും ശരിയല്ലേ ഇപ്പോൾ പറയണത്, തിരിയണ്ടേ? നിസ്കാരം തിരിഞ്ഞിട്ടാ? നിസ്കാരത്തിന് അർത്ഥം അറിഞ്ഞിട്ടാണോ നിസ്കരിക്കണത്? പിന്നെ ഉത്ബോധനങ്ങൾ വേണം, തങ്ങളത് ഉത്ബോധനത്തിന് ഉപയോഗിച്ചതാണ്. പക്ഷെ ആ ഉത്ബോധനം സാധാ പ്രസംഗമല്ല, കയ്യും കാലിട്ട് അടിക്കാൻ പാടില്ല. ജുമുഅയിൽ ഇമാമ് ദ്വാരക്കുമ്പോൾ ഇമാമ് കൈ ഇങ്ങനെ ഉയർത്താൻ പാടില്ല എന്നാ ഖതീബ്. ഇമാം എന്ത് ചെയ്യണം? ഒരു വിരലേ പൊക്കാൻ പാടുള്ളൂ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കേണ്ട രണ്ടാമത്തെ ഖുത്ബയിൽ ഇമാം ഇങ്ങനെ പൊക്കാൻ പാടില്ല. പിന്നെ കയ്യും കാലിട്ട് അടിക്കുക, ഭയങ്കര പ്രസംഗമല്ലേ നടക്കല് മിമ്പർമ കയറിയിട്ട്. നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ന്യായം കൊണ്ട് ചില ന്യായങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല ചിലപ്പോൾ. എന്തെന്നറിയോ? ഇബാദത്തിൻ്റെ വിഷയം ന്യായം കൊണ്ട് മുട്ടിക്കാൻ പറ്റില്ല. ഇബാദത്ത് ദലീല് കൊണ്ട് മാത്രമേ മുട്ടിക്കാൻ പറ്റുള്ളൂ, ന്യായം കൊണ്ട് യുക്തി കൊണ്ട് മുട്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ അങ്ങനെ പറയാൻ കാരണം, ഹസ്വാ, തങ്ങളുടെ കയ്യിൽ ചരൽക്കല്ലുകൾ ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കല്ലുകളുണ്ട്, ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു പറയാ, ഞാനത് കേട്ടു. ഇസ്നാദു ത്വബ്രാനി സ്വഹീഹുൻ റിജാലുഹാ സിഖാത്ത്, വളരെ പ്രബലമായ ശക്തിയുള്ള ഹദീസ് എന്ന് പറയാം, സൗണ്ട് ഹദീസ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബികൾ ഞാനുണ്ടവിടെ, സിദ്ദീഖ് എന്നവരുണ്ട്, ഉമർ എന്നവരുണ്ട്, ഉസ്മാൻ എന്നവരുണ്ട്, അലിയാരുണ്ട്, പിന്നെ ബാക്കി VIP-കൾ അവിടെ ഉണ്ട്. പിന്നെ VIP-കളായ സ്വഹാബിമാർ, മറ്റു സ്വഹാബികളും ഇവരൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ കേട്ടു ഹബീബിൻ്റെ കയ്യിൽ കിടക്കുന്ന ചരൽക്കല്ലുകൾ, ചെറിയ കല്ലുകൾ കയ്യിൽ നിന്ന് വാരിയതാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് തസ്ബീഹ് ചൊല്ലുന്ന പോലെ ഹബീബിൻ്റെ കയ്യിൽ നിന്ന് ആ തസ്ബീഹിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത്. അതാണ് ജുമുഅ ഖുത്ബയിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസ്വാ വനബഅ മിൻ ബൈനി അസ്വാബിഇഹിൽ മാ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ല റബ്ബേ, അവിടുത്തെ കൈവിരലുകളിൽ നിന്ന് വെള്ളം മണപൊട്ടി ഒഴുകിയിട്ടുണ്ട്. അവരുടെ കയ്യിലെ ചരൽക്കല്ലുകൾ സബ്ബഹ ഫീ യദിഹി അൽ ഹസ്വാ, ഹബീബിൻ്റെ കയ്യിൽ ചരൽക്കല്ലുകൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ല്. ഇത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ദ്വാരക്കുക. നമുക്ക് അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ മുഅ്ജിസത്തുകളൊക്കെയാണ് പറയുന്നത്. സബ്ബഹ ഫീ യദിഹിൽ ഹസ്വാ വനബഅ മിൻ ബൈനി അസ്വാബിഇഹിൽ മാ. എന്നിട്ട് അല്ലാഹുമ്മ റളി അൻ അമീറിൽ മുഅ്മിനീൻ അബൂബക്കർ തങ്ങളും സിദ്ദീഖ് എന്നവർ ഉമർ എന്നവർക്കൊക്കെ തർളിയത്ത് ചൊല്ലുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ശബ്ദം കേൾക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുതരൂ നബിയെ, ഞാനത് പിടിച്ചോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ആ കല്ലുകൾ ഇങ്ങനെ വിട്ടെടുത്തു സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ. അപ്പോൾ തസ്ബീഹ് ചൊല്ലുന്നു എല്ലാവരും കേട്ടു. അപ്പോൾ ഉമർ തങ്ങൾ സിദ്ദീഖ് എന്നവരെ, നബിയെ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ആ എടുത്തോളൂ. അവിടെയും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഉസ്മാൻ എന്നവരെടുത്തു, അലിയാർ തങ്ങളെടുത്തു. 4 ആളെ കയ്യിലും തസ്ബീഹ് ചൊല്ലി. അങ്ങനെ അബൂദർ തങ്ങളെ പറയാം, ഞാൻ ചോദിച്ചു നബി ഞാനൊന്ന് എടുത്തോക്കട്ടെ, നിൻ്റെ കയ്യിൽ നിന്ന് ചൊല്ലിയില്ല. അത് അബൂദർ തങ്ങൾ മോശമായത് കൊണ്ടല്ല, അബൂദർ തങ്ങൾ VIP ആണ്. പക്ഷെ മറ്റു 4 ഖുലഫാഉകൾ
VVIPകളാണ്. ഇത് മനസ്സിലാക്കി തരാനാണ് അങ്ങനെ സംഭവിച്ചത്. നല്ല മോശമായത് കൊണ്ടല്ല, അവരൊക്കെ സ്വഹാബികളാണ്, അവരൊക്കെ മഹാന്മാരാണ്. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം വടി കൊണ്ടടിച്ചപ്പോൾ കടൽ പിളർന്നു എന്നത് സത്യമാണ്. കടൽ നൈൽ നദിയല്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വടി കൊണ്ടടിച്ചപ്പോൾ പിളർന്നത് ചെങ്കടലാണ്. ചെങ്കടലിൻ്റെ അങ്ങേയറ്റം സുയസ് കനാലിലേക്ക് പോകുന്ന സുയസ് ഉൾക്കടൽ, ഖലീജ് സുയസ് എന്ന് പറയും. സുയസ് ഉൾക്കടൽ അവസാനിക്കുന്ന ഭാഗത്തുകൂടെയാണ് മൂസാ നബിക്ക് പോകേണ്ടത് ഫലസ്തീനിലേക്ക്. വഴിതെറ്റിയപ്പോൾ ഇപ്പുറത്തെത്തിയത് 2-3 കിലോമീറ്റർ ഇപ്പുറത്ത്. അവിടെ നിന്ന് നേരെ മുറിച്ചു കടക്കാൻ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ സ്ഥാനമേ അവിടെ ഉള്ളൂ. പക്ഷേ രാത്രി വഴി കണ്ടില്ല. അവിടെയാണ് അവിടെ നിന്ന് മുറിച്ചു കടക്കുന്നത് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി വടി കൊണ്ടടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളമൊലിച്ചിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ ഓതുമ്പോൾ ഫലസ്തീനിലെ മലകളും പക്ഷികളും ദാവൂദ് നബിയുടെ കൂടെ സബൂർ ഓതിയിട്ടുണ്ട്. ഈ സബൂർ എന്ന് പറഞ്ഞ ഗ്രന്ഥം ഉണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. സബൂർ, സാംസ് ഓഫ് ഡേവിഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സാധനം കിട്ടാനുണ്ട്, പക്ഷേ അത് ഒറിജിനലല്ല. ദാവൂദ് നബിക്ക് ഇറങ്ങിയ സബൂർ അല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ സബൂർ എന്നത് ബൈത്തുകളാണ്. അള്ളാഹുവിനെ പറ്റി മദ്ഹ് ചെയ്യുന്ന ബൈത്താണ് സബൂർ എന്ന് പറഞ്ഞ കിതാബ്. അതിൽ നിയമങ്ങളില്ല, മദ്ഹുകളാണ്. ആ കിതാബ് ദാവൂദ് നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബാണ്. ദാവൂദ് നബി ഫലസ്തീനിയാണ്. ദാവൂദ് നബി ജെറൂസലേമിലാണ് ദാവൂദ് നബിയുടെ മഖാമുള്ളത്, മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്ത്. അള്ളാഹു ആ നാടിന് അഭയം നൽകട്ടെ. അള്ളാഹു ആ നാടിന് സുരക്ഷ നൽകട്ടെ. അള്ളാഹു ആ നാടിൻ്റെ പ്രൗഢിയും അതിൻ്റെ എല്ലാ ബറക്കത്തും അള്ളാഹുവെ നീ വർദ്ധിപ്പിച്ച് ഇസ്സത്തിലും സലാമത്തിലും അള്ളാഹു നീ ആക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ അവിടെ ദുൽമ് ചെയ്യുന്ന ളാലിമീങ്ങളെ നീ പിടിച്ചു കെട്ടണേ റബ്ബേ. അള്ളാഹുവെ നിൻ്റെ അദാബിറക്കിക്കൊണ്ട് അള്ളാഹു അവരെ ഞങ്ങൾക്ക് നിൻ്റെ ദൃഷ്ടാന്തം കാണിക്കണേ തമ്പുരാനെ. ദാവൂദ് നബിയുടെ നാടാണത്, ഇബ്രാഹിം നബിയുടെ നാടാണത്. യാക്കൂബ് നബി എവിടെയാണ്? യൂസുഫ് നബി എവിടെയാണ്? യൂനുസ് നബി എവിടെയാണ്? മൂസാ നബി കിടക്കുന്നത് എവിടെയാണ്? ഇതൊക്കെ ഫലസ്തീനിലെ ജെറൂസലേമില. യാ അല്ലാഹ്, വല്ലാത്തൊരു നാടാണത്. ദാവൂദ് നബി അലൈഹിസ്സലാം യാ ജിബാലു ഔവിബി മഅഹു വത്വയ്ർ. ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവാണ്. അതുകൊണ്ട് ദാവൂദ് നബിയെ കിങ് ഡേവിഡ് എന്നാണ് അവർ വിളിക്കുക. ഇപ്പോഴും റോഡ് സൈഡിലൊക്കെ ബോർഡിലൊക്കെ ഷാരി ദാവൂദ് നബിൻ്റെ പേരിലുള്ള റോഡ് എന്നിടത്തൊക്കെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കിങ് ഡേവിഡ് സ്ട്രീറ്റ് അങ്ങനെ എഴുതുക. കിങ് ഡേവിഡ്, രാജാവായിട്ട് ദാവൂദ് നബിയെ ജൂതന്മാർ കാണുക, നമ്മൾ നബിയായിട്ടാണ് കാണുക. ദാവൂദ് നബിൻ്റെ പേരിന് ഇവർ സയനിസ്റ്റ് എന്നാക്കിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചില റോഡുകൾ ദാവൂദ് നബിയുടെ ഷാരി ദാവൂദിനടുത്ത് സയനിസ്റ്റ് സ്ട്രീറ്റ് അങ്ങനെയൊക്കെ എഴുതും. ദാവൂദ് നബിയുടെ പേരുകൊണ്ട് എന്തിനാ അവർ കളിക്കണമെന്ന് അറിയില്ല. സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം മഹാനവറുകൾ അവരുടെ കുതിര ജീനി പുതപ്പിച്ച് വൃത്തിയാക്കി നിർത്താൻ വേണ്ടി പറയും. ആ കുതിരയെ ഒരുക്കി തീർക്കുന്നതിൻ്റെ മുമ്പ് ദാവൂദ് നബി ആ കുതിരപ്പുറത്ത് കയറാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് സബൂർ മുഴുവൻ ഓതുമായിരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത്രയ്ക്ക് ചെറിയ കിതാബാണ് സബൂർ. ഒരു വണ്ടി വാഷ് ചെയ്ത് തീർക്കുമ്പോഴേക്കും തീരും എന്ന് പറയാൻ പറ്റുന്ന 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന വണ്ടി പോലെ അല്ലല്ലോ. കുതിര എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ല. എൻ്റെ ജീനി ഒന്ന് ഇടണം, ഒന്ന് കാലിൻ്റെ പെടലൊന്ന് ഫിറ്റ് ചെയ്യണം, മൂക്ക് കയറൊന്ന് റെഡിയാക്കണം. ഇത്ര ആക്കുമ്പോഴേക്കും ദാവൂദ് നബി സബൂർ ഓതി തീർക്കുമായിരുന്നു. പക്ഷെ അതല്ല ഞാൻ പറയുന്ന വിഷയം. ദാവൂദ് നബി അലൈഹിസ്സലാം ശബ്ദമാധുര്യമുള്ള നബിയാണ്. വളരെ മനോഹരമായ ശബ്ദമാണ് ദാവൂദ് നബിയുടേത്. ദാവൂദ് നബി സബൂർ അങ്ങ് ഓതിത്തുടങ്ങിയാൽ ഫലസ്തീനിലെ മലകൾ മുഴുവനും ചൊല്ലും. ഫലസ്തീനിലെ പക്ഷികൾ മുഴുവനും സബൂർ ചൊല്ലുമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. യാ ജിബാലു ഔവിബി മഅഹു വത്വയ്ർ. പക്ഷികളെ, പർവ്വതങ്ങളെ, ദാവൂദ് നബിയുടെ കൂടെ നിങ്ങളും ചൊല്ലേണമേ സബൂർ. ചൊല്ലുമായിരുന്നു. ഭയങ്കര അത്ഭുത. അപ്പോൾ പക്ഷികളുടെയും മലകളുടെയും ശബ്ദങ്ങളിങ്ങനെ സബൂറിൻ്റെ വരികളിങ്ങനെ കേൾക്കുമ്പോൾ ഓർമ്മ വരും, ഇത് ദാവൂദ് നബി ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ വീട്ടിൽ ഓതുന്നുണ്ട്, അപ്പോഴതൊക്കെ ഓതുക. അങ്ങനത്തെ മഹാനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ഇനി പറയാൻ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ അത്ഭുതം. മൂസാ നബി പാറയിൽ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ടുണ്ട്. ഇതിനോളം നബിതങ്ങൾക്ക് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. അതിൻ്റെ മറുപടിയാണ് ഞാൻ അവസാനിപ്പിക്കാൻ.
ലഇൻ സബ്ബഹത് സുമ്മുൽ ജിബാലി മുജീബഹു لداود أولانا الحديد المصفح لئن سبحت تسبيح جليال سم الجبال مجيبه لداود أولانا الحديد المصفح فإن الصخور السم لانت بكفه وإن الحصى في കഫിഹി ലയുസബ്ബിഹു. ദാവൂദ് നബിയുടെ ശബ്ദത്തോടൊപ്പം പർവ്വതങ്ങൾ ഓടുകയോ പാടുകയോ ചെയ്തെങ്കിലെന്താ? ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇരുമ്പ് വഴക്കമുള്ളതാക്കി അല്ലാഹു മാറ്റിക്കൊടുത്തിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഖന്തക്കിൻ്റെ കുഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഈ റൂമിൻ്റെ വിശാലതയുള്ള കുഴിയാണ് ഖന്തക്കിന് കുഴിച്ചത്. മദീനക്ക് ചുറ്റും അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ അവിടെ സ്വഹാബികളിൽ 1000 ആളുകൾക്ക് പൊട്ടിക്കാൻ പറ്റാത്ത പാറക്കല്ല് ഹബീബിൻ്റെ മിനുമിനുത്ത കൈകൊണ്ട് ഒരു ചെറിയ കൊട്ടുകൊട്ടിയപ്പോൾ മണൽക്കൂന പോലെ മാറിയിട്ടില്ലയോ? ഇത് ഒരു പർവ്വതം ശബ്ദിക്കുന്ന ശബ്ദത്തെക്കാളും അത്ഭുതമല്ലേ ഹബീബിൻ്റേത്? അവിടുത്തെ പരിശുദ്ധമായ കയ്യിൽ നിന്നുകൊണ്ട് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടല്ലോ. فمن كفه قد أصبح الماء يتفح. പാറയിൽ വടികൊണ്ടടിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തായി വെള്ളം പാറയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ചോരയും മാംസവുമുള്ള ഹബീബിൻ്റെ ശരീരത്തിൽ നിന്ന് വിരലുകൾ തുമ്പിൽ നിന്ന് വെള്ളം അണപൊട്ടി വന്നത് ഒരു പാറയിൽ നിന്ന് വെള്ളമൊലിക്കുന്നതിനേക്കാളും അത്ഭുതമല്ലയോ? അതാണ് ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു മദ്ഹിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളുടെയും ഒക്കെ ഖൽബിൽ, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ പ്രേമവും അനുരാഗവും സ്നേഹവുമായി ഹബീബിന് കൊടുക്കേണ്ട മഹബത്ത് ലഭിക്കാതെ പോകുമ്പോൾ എല്ലാവരെക്കാളും സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള നമ്മുടെ ഒരു നേതാവിനെ മറക്കാൻ അവസരമുണ്ടാവരുത്. ഓർക്കണം, എപ്പോഴും അവർ ഓർക്കട്ടെ. മൗലിദിൻ്റെ സദസ്സുകളും ഇഷ്കിൻ്റെ മജ്ലിസുകളും ഉണ്ടാവട്ടെ. അടുത്ത ഞായറാഴ്ച ദിവസം ഇവിടെ ബഷീർ ഫൈസി ദേശമംഗലം അവറുകൾ ഇവിടെ വരുന്ന ശനിയാഴ്ച ദിവസം സെപ്റ്റംബർ 28 വരുന്ന ശനിയാഴ്ച ദിവസം റൂവിയിലെ ഗോൾഡൻ തുലിപ്പ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്. അള്ളാഹു ഹിബ്ബ് ഖൽബിൽ നൽകട്ടെ, ഇത്തിബാഅ് നൽകട്ടെ. തങ്ങളെ പിൻപറ്റി അവിടുത്തെ സുന്നത്തുകളെ ജീവിപ്പിച്ച് ഹബീബ് ഇഷ്ടപ്പെടുന്ന നല്ലവരായി നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു ഹബീബിനെ, ഹബീബ് നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കണം. അത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അള്ളാഹു ആ മഹബത്ത് നമുക്ക് നൽകട്ടെ, അവിടുത്തെ ഷഫാഅത്ത് നൽകട്ടെ. ഈ ലോകത്ത് ഏറ്റവും വലുത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് നബിയുനാ റസൂലുള്ളാഹ് തങ്ങളാണ്, അല്ലേ? മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോകും, കാരണം അവർ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാ. മനുഷ്യ ശരീരം മേലേക്ക് പോയ വീഴുന്ന ശരീരമാണ്. ആ ശരീരമാണ് മിഅ്റാജിന് അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ പവർ കൊണ്ട് 7 ആകാശങ്ങളെയും ഭേദിച്ച് കടന്നുപോയത്. മലക്കുകളുടെ കയറ്റമല്ല അത്ഭുതം, മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ആകാശത്തേക്ക് കയറുന്നതാണ് അത്ഭുതം, അല്ലേ? ഇന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ആ ഒരു പവർ കാണിക്കുന്നത് സ്പേസിലേക്കുള്ള യാത്ര കൊണ്ടാണ്. ഞങ്ങൾ മാർസിൽ പോകുന്നു, ഞങ്ങൾ സാറ്റേണിൽ പോകുന്നു, ഞങ്ങൾ മൂണിലെത്തുന്നു. ഇതിലും വലിയൊരു അത്ഭുതം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ അത്ഭുതം ഹബീബിൻ്റെ ഇസ്റാഉം മിഅ്റാജുമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ മനുഷ്യൻ ശ്രമിച്ചാലും ചക്രവാള സീമകളെ ഭേദിച്ചു കടക്കുന്നൊരു യാത്ര മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത് ഹബീബിനെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. ഇത് 21-ാം നൂറ്റാണ്ടിനും 22-നും 30-ാം നൂറ്റാണ്ടിനും 100-ാം നൂറ്റാണ്ട് വന്നാൽ പോലും ഹബീബിൻ്റെ ഈ മുഅ്ജിസത്തിനെ മറികടക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും മൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ
ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.